ഹലോ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഇന്ന് ഞാൻ ഫേദർ മീനും മാങ്ങയും വെച്ചിട്ടൊരു അച്ചാറുണ്ടാക്കാനാണ് പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഞാൻ മീനിനെ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാണ്, തേച്ചെടുക്കത്തേക്കാണ് കേട്ടോ. കുരുമുളക് പൊടി, മുളകും പൊടി, ഉപ്പ് ഇത് രണ്ടും ഇട്ടിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ. പിന്നെ കുറച്ച് മാങ്ങ, ഇഞ്ചി, ഒരു കപ്പ് വെളുത്തുള്ളി, ഒരു ചെറിയ കപ്പ് അരച്ചെടുക്കാൻ, പിന്നെ നല്ലെണ്ണ, പിന്നെ ഉലുവ, കടുക്, കായപ്പൊടി, കാശ്മീരി മുളക്, സാദാ മുളകും പൊടി, പിന്നെ വിനാഗിരി, ഉപ്പ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി വേണം, സാദാ മുളകും പൊടി ഉള്ളൂ. അപ്പോൾ അതിലോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ, കടുക് എന്ന് വറുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഉലുവ കുറച്ച് തോനെടുക്കുക, നമ്മൾ എത്ര മാങ്ങി മീൻ വെച്ച് അതിൻ്റെ അളവിനനുസരിച്ച്. പിന്നെ അതിനനുസരിച്ച് കുറച്ച് കടുക് കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മീൻ ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീൻ ഞാനൊരു പാന് വെച്ചിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലോണം മൊരിഞ്ഞ് വരണം മീൻ. അപ്പം മീൻ അവിടെ കിടന്ന് മൊരിയട്ടെ. നമുക്ക് അപ്പോൾ തന്നെ വേറൊരു ഉരുളി അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മറ്റുള്ളതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഉരുളി ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഞാനിതിലോട്ട് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയിൽ നമ്മൾ അച്ചാറുണ്ടാക്കിയാൽ അത് കേട് വരില്ലെന്നാണ് പറയൽ. അത് ശരിയാണ് കേട്ടോ, ഞാൻ കുറേ നോക്കിയിട്ടുണ്ട് അത്. അപ്പം ഞാനൊരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഞാനൊരു കപ്പ് വെളുത്തുള്ളി ഞാൻ ഒന്നും ചെയ്യാതെ അങ്ങനെ പൊളിച്ചിട്ട് കഴുകി അങ്ങനെ ഇട്ട് കൊടുത്തതാണ്, ഉണക്കിയാണ്ട്. വെള്ളമൊന്നും ഒട്ടും ഉണ്ടാവരുത് കേട്ടോ ഒന്നിലും. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മുളകും പൊടി, ഉലുവ, കടുക്, മുളക് പൊടി ഒക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അതിൽ നല്ല എണ്ണയിലിട്ട് വറുക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലോണം നല്ലൊരു മണം വരും ഇതൊക്കെ വേവുമ്പോൾ. അപ്പോൾ അതും ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങയ്ക്ക് ഞാൻ അളവൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ല എത്ര ഒരു 1.5 കിലോ മാങ്ങ ഉണ്ടാവും. അത് ചെറുതാക്കി നുറുക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അതിട്ട് കൊടുത്തിട്ട് ഞാനൊരു കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ വിനാഗിരി തന്നെ കൂടുതൽ ഒഴിച്ചാൽ പിന്നെ നമുക്ക് പുളിയൊക്കെ മാങ്ങയും കൂടിയല്ലേ. അപ്പോൾ തിളച്ച വെള്ളം ഞാൻ 2 കപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ഇടുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കട്ടോ. ഞാൻ പിന്നെ ഇതിലോട്ട് മീൻ മിക്സ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒരു കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി കൂടുതലായാൽ നമുക്ക് പുളിപ്പ് വരും മാങ്ങക്ക്. മാങ്ങി പുളിയല്ലേ. അപ്പോൾ ഇനിയൊന്ന് തിളച്ച് വരണം. ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ നമ്മളെ മീൻ എല്ലാം അതിലോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മളെ മീനൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിളച്ചും വന്നിട്ടുണ്ട് അച്ചാറ്. അപ്പോൾ ഇനി നമ്മൾ മീനിനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് വെറുംചോറിൻ്റെ കൂടെ ഇത് മാത്രം ഇട്ടിട്ട് കഴിച്ചാണ്ടല്ലോ, ഒന്നും പറയല്ല, ഒരു പറ ചോറുന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയേണ്ടി. ഉണ്ടാക്കിയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. മസാലയൊക്കെ മീനിലും മാങ്ങയിലൊക്കെ പിടിക്കണമല്ലോ, അതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ ഇനി ഇതിലോട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എത്ര മീനിനും ഇതിനും കായം വേണ്ട വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീട്ടിലൊക്കെ ഇനി മാങ്ങാക്കാലല്ലേ വരുന്നത്. ഇപ്പം തന്നെ മാങ്ങക്കായി എല്ലായിടത്തും.
അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ചെറുതായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.